ഇന്ന് നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പോ നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ എന്താണ് അബ്രോഡിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെയാണ്. അപ്പൊ അവരുടെ ജനറേഷൻ വരുമ്പോൾ എന്താ, അവരുടെ മക്കളെല്ലാം എവിടെയാണ്? അബ്രോഡ് തന്നെയാണ്, പുറത്താണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ആ കുട്ടികൾ വരുമ്പോൾ ഇവിടെയുള്ള ബാക്കി കുട്ടികളും അതേപോലെ തന്നെ നമ്മളെ പോലെ മുതിർന്നവരും ഒക്കെ ആ കുട്ടികളോട് പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിക്കുന്നവരുണ്ട് ഇല്ലേ? അവിടുന്ന് വരുന്ന നമ്മുടെ സ്വന്തം മകന്റെ മക്കളോടോ അല്ലെങ്കിൽ മകളുടെ മക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളോടോ ഒക്കെ ഇംഗ്ലീഷ് പറയാൻ നമ്മളെ പോലെ മുതിർന്നവർ പോലും പേടിക്കുന്നവരുണ്ട്. അപ്പോ അത് അങ്ങനെയുള്ളവർക്ക് കുറച്ച് സെന്റൻസ് ഞാനിപ്പോൾ തരാം, നിങ്ങളിത് കാണാതെ പഠിച്ചു വെക്കുക. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നവരുടെ ഒരു ലീവാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ എല്ലാവരും തന്നെ വരുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണ്ട. കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ അവരോട് ഇതൊക്കെ ചോദിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ആൻസർ പറയണത് അവരല്ലേ, അല്ലെ? അപ്പോൾ കുട്ടികളോട്, പുറത്തുനിന്ന് വരുന്ന കുട്ടികളോട് കുറച്ച് ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണ്ടേ കുട്ടികളോട്? അത് ചോദിക്കാനുള്ള കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താണ്, ഒരു കുട്ടിയെ, പുറത്തുനിന്ന് വന്നൊരു കുട്ടിയെ കണ്ടാൽ നമ്മൾ എന്ത് ചോദിക്കും? എപ്പോഴാണ് നീ വന്നത്, അല്ലെ? മോനെ, നീ എപ്പോഴാണ് വന്നത്? അത് നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ അറിയാം. എങ്ങനെ ചോദിക്കാം? എപ്പോഴാണ് വന്നത്? ചിന്തിച്ചു പറയുക, ചിന്തിക്കുക, പറയുക. അതാണ് നമ്മുടെ ഒരു മെത്തേഡ്. എങ്ങനെയാണ്? എപ്പോഴാണ് വന്നത്? വെൻ വന്നു കഴിഞ്ഞു. ഡിഡ് യു കം, അല്ലെങ്കിൽ വെൻ ഡിഡ് യു അറൈവ്. ഹായ് മോനെ, വെൻ ഡിഡ് യു കം, നീ എപ്പോഴാണ് വന്നത്? എങ്ങനെ ചോദിക്കാം? വെൻ ഡിഡ് യു അറൈവ്. കം, അറൈവ് ഏത് വെർബ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോഴാണ് വന്നത് എങ്ങനെ ചോദിക്കാം? വെൻ ഡിഡ് യു കം. നിങ്ങൾ ചോദിക്കൂ, വെൻ ഡിഡ് യു കം. അത് പഠിച്ചല്ലോ. ഇനി നമ്മൾ പൊതുവെ അങ്ങനെയുള്ള കൊച്ചുങ്ങളോടൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? നമ്മൾ ചോദിക്കും അല്ലെ? നമ്മൾ സാധാരണ അങ്ങനെ വരുന്ന, പുറത്തുനിന്നൊക്കെ വരുന്ന കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? ഡു യു, നിങ്ങൾ പറയൂ, അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? ഇഷ്ടം. ഡു യു ലൈക്ക് ബീയിങ് ദെയർ ഓർ ഹിയർ? ഈ ബീയിങ്ങിന്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണം. അല്ലാണ്ട് എന്തിനാ അവിടെ ബീയിങ് ഉപയോഗിച്ചു എന്ന് നിങ്ങൾ ചോദിക്കരുത്. ബീയിങ്ങിന്റെ ഉപയോഗം പഠിക്കണം. ഡു യു ലൈക്ക്, നിനക്കിഷ്ടം അവിടെ ആയിരിക്കുന്നതാണോ ഇവിടെ ആയിരിക്കുന്നതാണോ? ബീയിങ് ദെയർ ഓർ ഹിയർ. അപ്പൊ അവനോട് നമ്മൾ എപ്പോഴാണ് വന്നേന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചോദിക്കൂ, ഡിഡ് യു കം, വെൻ ഡിഡ് യു കം. മോനെ, നിനക്ക് അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? എങ്ങനെ ചോദിക്കാം? യു ലൈക്ക് ബീയിങ് ദെയർ ഓർ ഹിയർ. അവിടെയാണോ ഇവിടെയാണോ നിനക്കിഷ്ടം? ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്താണ്? എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? നമ്മൾ അടുത്ത് പിന്നെ ചോദിക്കും അല്ലെ, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? അപ്പൊ നമുക്കിനി ഇങ്ങനെ ചോദിക്കാം, വെൻ ആർ യു ഗോയിങ് ബാക്ക്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇനി എന്തുകൊണ്ട് വില്ല് ഉപയോഗിച്ചില്ല എന്നൊന്നും കമന്റ് ബോക്സ് ചോദിക്കില്ല. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം അല്ലെ? അവര് തിരിച്ചു പോകുന്ന ഡേറ്റ് എന്താണെങ്കിലും അവർ തീരുമാനിച്ചിട്ടാണ് വന്നത്. സോ നമ്മൾ ചോദിക്കുകയാണ്, വെൻ ആർ യു ഗോയിങ് ബാക്ക്, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? എങ്ങനെ ചോദിക്കാം? ബാക്ക്, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഗോയിങ് ബാക്ക് എന്ന് പറയുന്നതിന് ഗോയിങ് എന്ന് പറയുന്നത് ഹെഡിങ് ബാക്ക് എന്ന് നമുക്ക് ഉപയോഗിക്കാം. വെൻ ആർ യു ഗോയിങ് ബാക്ക്, എപ്പോഴാണ് ബാക്ക്, ഗോയിങ് ബാക്ക്, തിരിച്ചു പോകുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്താ ഓർത്തോർത്ത് പറയണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ടെൻസസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. വെൻ ആർ യു ഗോയിങ് ബാക്ക്, ഡു യു ലൈക്ക് ബീയിങ് ദിയർ ഓർ ഹിയർ. പിന്നെന്താണ്? വെൻ ഡിഡ് യു കം. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത് പിന്നെ എന്താണ് കുട്ടികളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടെ ഇപ്പൊ എന്താണ് കാലാവസ്ഥ? എന്താണ് മോനെ അവിടെ ഇപ്പൊ എന്താണ് കാലാവസ്ഥ? നമ്മൾ ചോദിക്കും. അതെങ്ങനെ ചോദിക്കാം? എന്താണ് കാലാവസ്ഥ? വെദർ. വെദർ, ക്ലൈമറ്റ് അല്ല, വെദർ. എന്താണ് കാലാവസ്ഥ? വാട്ട് ഈസ് ദ വെദർ ദെയർ? വാട്ട്, എന്താണ്, ഈസ് ദ, കാലാവസ്ഥ, വെദർ, അവിടെ, ദെയർ. വാട്ട് ഈസ് ദ വെദർ ദെയർ? അവിടെ എന്താണ് കാലാവസ്ഥ? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദ വെദർ ദെയർ? അവിടെ എന്താണ് കാലാവസ്ഥ?
അപ്പോൾ കൊച്ചവിടെ തണുപ്പാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നിനക്ക് തണുപ്പാണോ ചൂടാണോ ഇഷ്ടം? നിങ്ങൾ തന്നെ ചോദിക്കൂ. ഓർ കോൾഡ്, ഡു യു ലൈക്ക് ഹോട്ട് ഓർ കോൾഡ്? നിനക്ക് തണുത്താണോ ചൂടാണോ നിനക്കിഷ്ടം? ഡു യു ലൈക്ക് ഹോട്ട് ഓർ കോൾഡ്? ഇതൊക്കെ അല്ലേ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതല്ലേ? ഇനി നമ്മൾ ചിലപ്പോൾ ചോദിക്കും എന്താണ്, നിങ്ങൾക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? എത്ര ദിവസം ലീവ് ഉണ്ട്? എങ്ങനെ ചോദിക്കാം? എത്ര ദിവസം, എത്ര എത്ര ദിവസം. ഹൗ മെനി ഡേയ്സ് ഓഫ് ലീവ് ഡു യു ഹാവ്? ഡു യു ഹാവ് ഉണ്ട്, നിങ്ങൾക്കുണ്ട് എത്ര ദിവസം? ഹൗ മെനി ഡേയ്സ് ഓഫ് ലീവ്. എങ്ങനെ ചോദിക്കാം? ഹൗ മെനി ഡേയ്സ് ഓഫ് ലീവ് ഡു യു ഹാവ്? മോനെ, ഹൗ മെനി ഡേയ്സ് ഓഫ് ലീവ് ഡു യു ഹാവ്? എത്ര ദിവസം ലീവ് ഉണ്ട്? ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചേ കാര്യം ഇത് കേൾക്കുന്ന അമ്മമാരാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അവരുടെ മക്കളുടെ കൊച്ചുങ്ങൾ വരുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക, പറയ്. ഡേയ്സ് ഓഫ് ലീവ് ഡു യു ഹാവ്? എത്ര ദിവസം ലീവ് ഉണ്ട് ഇല്ലേ? അപ്പോ നമ്മൾ ഇനി അടുത്ത ചോദ്യം എന്താണ്? നിങ്ങൾ വീട്ടില് മലയാളമാണോ ഇംഗ്ലീഷാണോ സംസാരിക്കാറ്? നിങ്ങൾ തന്നെ ഇനി പറയൂ. നിങ്ങൾ വീട്ടില് മലയാളമാണോ ഇംഗ്ലീഷാണോ സംസാരിക്കാറ്? നമ്മൾ കുട്ടികളോടൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, അവിടുന്ന് വരുന്ന കുട്ടികളോട്. സംസാരിക്കാറ്. ഡു യു സ്പീക്ക് അല്ലെ? ഡു യു സ്പീക്ക് അറ്റ് ഹോം? ഡു യു സ്പീക്ക് മലയാളം ഓർ ഇംഗ്ലീഷ് അറ്റ് ഹോം? മലയാളമാണോ ഇംഗ്ലീഷാണോ വീട്ടിൽ സംസാരിക്കാറ്? എങ്ങനെയാ ചോദിക്കുക? ഇനി അവിടെ നിങ്ങൾ ഇപ്പൊ അടുത്ത കമന്റ് ബോക്സിൽ ചോദിക്കും ഇന്ന് ഉപയോഗിക്കാത്ത എന്താണ്? പ്രിപ്പോസിഷന്റെ ക്ലാസ് കേൾക്കുക, എന്തുകൊണ്ട് അറ്റ് ഉപയോഗിച്ചു. പ്രിപ്പോസിഷന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം, നിങ്ങൾ പ്രിപ്പോസിഷൻ കേട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ സംസാരിക്കാറ്? എങ്ങനെയാ ചോദിക്കുക? ഡു യു സ്പീക്ക് അറ്റ് ഹോം? വീട്ടിൽ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ സംസാരിക്കുക? നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? നമുക്ക് എങ്ങനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ടതിന് ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഇനി അതേപോലെ ബിരിയാണി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ബിരിയാണി? അപ്പോൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ്? നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പഠിച്ചോ? ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ നീ പഠിച്ചോ? എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾ തന്നെ ചോദിക്കണേ, എന്റെ ആവശ്യം നിങ്ങൾക്കില്ല, പഠിച്ചോ ചോദിക്കൂ. എങ്ങനെയാണ്? പഠിച്ചോ. ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? സംസാരിക്കാൻ പഠിച്ചോ? ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? പറയുന്നുണ്ടല്ലോ, എൻ്റെ ഒപ്പം നിങ്ങൾ പറയൂ, പറയണം. ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഇനി നമ്മൾ ചിലപ്പോൾ ചോദിക്കും നിനക്ക് ഞങ്ങളെ കാണാനൊക്കെ തോന്നാറുണ്ടോ? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. പുറത്തുനിന്ന് വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കും ഞങ്ങളെ കാണാറൊക്കെ നിനക്ക് തോന്നാറുണ്ടോ? തോന്നാറുണ്ടോ? എങ്ങനെയാ ചോദിക്കുക? ഇതിനൊന്നും എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. എങ്ങനെയാ ചോദിക്കുക? ഡു യു വാണ്ട് ടു സീ അസ്? ഞങ്ങൾ. ഡു യു വാണ്ട് ടു സീ അസ്? ഡു യു വാണ്ട് ടു സീ അസ്? ഇവിടെ നിങ്ങൾ ഈ വേർബല്ലേ, ഇപ്പൊ നിങ്ങൾ ഒരിക്കൽ ചിലർ ചോദിക്കും വിഷ് ഉപയോഗിക്കത്തില്ലേ? ഓക്കെ, ഡു യു വാണ്ട് ടു സീ അസ്? നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വേർബ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കുട്ടികളോട് ചോദിക്കുക എന്താണ്? സാധാരണ നീ സ്കൂളിൽ പോകുമ്പോൾ അവിടെ എന്താ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാറ്? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമല്ലേ. സ്കൂളിൽ പോകുമ്പോൾ നീ സാധാരണ കഴിക്കാൻ എന്താണ് കൊണ്ടുപോകാറ്? നമ്മുടെ ഇവിടെയൊക്കെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നത്, പക്ഷെ അവിടെ നമ്മൾക്ക് അറിയില്ല. നമ്മൾ ചോദിക്കാറുണ്ട്, കുട്ടികളോട് നമ്മൾ ചോദിക്കാറുള്ള കാര്യമാണ്. സ്കൂളിൽ പോകുമ്പോൾ സാധാരണ നീ കഴിക്കാൻ എന്താണ് കൊണ്ടുപോകാറ്? നിങ്ങൾ തന്നെ പറ, വേഗം പറ. എന്താണ് കൊണ്ടുപോകാറ്? എന്താണ് എടുക്കാറ് സ്കൂളിൽ കഴിക്കാൻ? സാധാരണ. എന്താണ്? വാട്ട് ഡു യു യൂഷ്വലി? സാധാരണ. വാട്ട് ഡു യു യൂഷ്വലി? സാധാരണ എന്താണ്? വാട്ട് ഡു യു യൂഷ്വലി? ഇനി എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കാറ്? വാട്ട് ഡു യു യൂഷ്വലി ടേക്ക് ടു ഈറ്റ്? ടു ഈറ്റ്, കഴിക്കാൻ നേരത്ത്. വാട്ട് ഡു യു യൂഷ്വലി ടേക്ക് ടു ഈറ്റ് വെൻ യു ഗോ ടു ദ സ്കൂൾ? നീ സ്കൂളിലോട്ട് പോകുമ്പോൾ എന്താണ് കഴിക്കാൻ സാധാരണ എടുക്കാറ്? വാട്ട് യു
യൂഷ്വലി ടേക്ക് ടു ഈറ്റ് വെൻ യു ഗോ ടു സ്കൂൾ? സ്കൂളിലോട്ട് പോകുമ്പോൾ നീ എന്താണ് കഴിക്കാൻ എടുക്കാറ്? അത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ ചോദിക്കും, അവിടെ യൂണിഫോം ഉണ്ടോ? കുട്ടികൾ അവിടെ യൂണിഫോം ഇടാറുണ്ടോ? യൂണിഫോം ഉണ്ടോ? നിനക്ക് അവിടെ യൂണിഫോം ഉണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ്, നിങ്ങൾ തന്നെ പറയൂ, ഡു യു ഹാവ് സ്കൂൾ യൂണിഫോം ദെയർ? ഡു യു ഹാവ് സ്കൂൾ യൂണിഫോം ദെയർ? അതൊക്കെ എന്താ, നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലെ. ഞാൻ അറിയാതെ ഈ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി കാണാനാണ്, അറിയാതെ ആയി പോയതാണ് കേട്ടോ, അത് നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കേ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? എപ്പോഴാണ് വന്നത്? ചോദിക്കൂ. ചോദിച്ചല്ലോ. ഇനി എത്ര ദിവസം ലീവ് ഉണ്ട്? ചോദിക്കൂ. ചോദിച്ചല്ലോ. ഇനി പിന്നെന്താണ്, ഉച്ചയ്ക്ക് പോകുമ്പോൾ സാധാരണ നീ സ്കൂളിൽ കഴിക്കാൻ എന്താണ് എടുക്കാറ്? ടു ദ സ്കൂൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ അടുത്ത ചോദിക്കുക എന്താണ്? ഇംഗ്ലീഷ് നീ പഠിച്ചോ? ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് നീ പഠിച്ചോ എന്ന് എങ്ങനെ ചോദിക്കുക? നീ സംസാരിക്കാൻ പഠിച്ചോ? ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഇനി നിനക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ? നിനക്ക് അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? ഓ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിനക്ക് അവിടെയാണോ ഇവിടെയാണോ ഇഷ്ടം? പറയുന്നുണ്ട്. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പൊ അവിടെ എന്താണ് കാലാവസ്ഥ? ദയർ, അവിടെ എന്താണ് കാലാവസ്ഥ? ഇപ്പൊ നിനക്ക് തണുപ്പാണോ ചൂടാണോ ഇഷ്ടം? ഓർ കോൾഡ്? നിനക്ക് ഞങ്ങളെ കാണാൻ തോന്നാറുണ്ടോ? അസ്. ഇത് നിങ്ങൾ എന്താണ്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോ എല്ലാ ഗ്രാൻഡ് പേരൻസ്, അത് മാത്രമല്ല നമ്മളെ പോലെയുള്ളവർ പലരും തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന കുട്ടികളോട്, ഈവൻ കുട്ടികളോട് പോലും സംസാരിക്കാൻ പേടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല അല്ലെ. ഇതെല്ലാം എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞു പഠിക്കണം. ഇനി ആരെങ്കിലും ഒക്കെ പുറത്തുനിന്ന് കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വന്ന കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, നിങ്ങൾ ആ കുട്ടികളോട് സംസാരിക്കണം കേട്ടോ. ആ കുട്ടികള് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരം തരും. അവരോട് നിങ്ങൾ പറയണം, ധൈര്യമായിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ പറഞ്ഞു പഠിക്കുന്ന ക്ലാസ്സിന്റെ ഞാൻ ഒത്തിരി അതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം. അപ്പൊ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് പറഞ്ഞു പഠിക്കുന്നതിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ വീഡിയോയും നിങ്ങൾ പറഞ്ഞ് കേട്ട് പഠിക്കണം. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. ഓണമൊക്കെ ആവാനായി, എല്ലാവരും തിരക്കിന്റെ ഒരു ലോകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് നിങ്ങൾ മറന്നു പോകരുത്. ഇതുവരെ നിങ്ങൾ പഠിച്ചു വെച്ച് ഇംഗ്ലീഷ് എപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കിട്ടാത്തതിന്റെ കാര്യം, ഒന്ന്, ആരെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പേടിയാവും, വേറെയാവും, ഭയങ്കര എന്തൊക്കെയോ വെള്ളം ഇറങ്ങിപ്പോന്നു, നാവിറങ്ങിപ്പോന്നു, എന്തൊക്കെയോ രോഗങ്ങളാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ എല്ലാവരും, ഇതൊരു ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും നല്ല ടെൻഷൻ ഫ്രീ, നല്ല ഫ്രീ മൈൻഡോടുകൂടിയൊക്കെ ഇരുന്ന് ഇംഗ്ലീഷ് കേൾക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക. എല്ലാവരെയും കൊണ്ടും പറ്റും, എല്ലാവരെയും കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച മുതൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്ലാസ് ആണ് തുടങ്ങുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ, വീട്ടമ്മമാരായ സ്ത്രീകൾക്കുമാണ്, അതുകൊണ്ട് നമ്മൾ ഡേ ടൈമിലാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ന് പറയുന്ന പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോഴും അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.